ഹലോ ഗായ്സ്, അപ്പോൾ പതിവ് പോലെ തന്നെ വീട്ടിൽ പോകാൻ സമയമായിട്ടുണ്ട്. ഇടുക്കിക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇടുക്കി അടിമാലിക്കാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചില ബഹുലമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് പെട്രോളൊക്കെ ആദ്യം തന്നെ നമ്മളടിച്ച് നമ്മൾ ഇടുക്കി റൂട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്. അവിടുത്തെ ടോളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്ത് ഇപ്പോൾ ടോൾ ഏതായാലും സെറ്റായിട്ടില്ല. കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ടോളാവും. അപ്പോൾ നമ്മൾ നൈസായിട്ട് ടോളൊക്കെ കിടന്ന് നമ്മൾ നേരിമംഗലം പാലത്തിൻ്റെ അടുത്തേക്ക് എത്തി. നേരിമംഗലം പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ നീണ്ട 2 വർഷക്കാലമായിട്ട് ഇവിടുത്തെ പാലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഏകദേശം ഒരു 5-6 മാസത്തോടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പാലം റെഡി ആയേക്കാം. അപ്പോൾ പാലമൊക്കെ കയറി നമ്മൾ നല്ല ചൂടുള്ള പ്രദേശത്ത് നിന്നും തണുപ്പുള്ള സ്ഥലത്തേക്ക് മെല്ലെ കയറുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാലം കയറി പിന്നെ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ സ്വന്തം റാണിക്കല്ല് വളവിലേക്കാണ് ഗൈസ്. ഈ വളവ് വളരെ ഫേവറേറ്റ് ആണ്. എപ്പോഴും ഈ വളവ് വളഞ്ഞു കയറി പോകുമ്പോൾ ഒരു കിടിലൻ മൂഡ് തന്നെ കിട്ടും ഗൈസ്. നമ്മുടെ ഒരു ചുരം പോലത്തെ ഒരു വൈബാണ്. ഒറ്റ വളവേ ഉള്ളൂ. ഈ വളവ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെങ്കിലെത്തി. സ്പോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി. കാരണം എന്താണെന്നറിയോ, നല്ല തണുപ്പ് ഗൈസ്. ഇത്രയും ദിവസമായിട്ട് ചൂടത്തൊക്കെ കിടന്ന് ആകെ അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ നമ്മൾ തണുപ്പത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് നേരം അവിടെ നിന്ന് തണുപ്പൊക്കെ അടിച്ച് വൈബടിച്ചിട്ടാണ് നമ്മൾ പോയത്. അടുത്തായി നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഒരു പയ്യനാണ് empty ആയിട്ട് വീശി പറിച്ച് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ സ്വന്തം അയ്യോ പിടിച്ചു ഗെയ്സ്. നൈസായിട്ട് കൈ കാട്ടി. ഞാൻ ജസ്റ്റ് കൈ കൊടുത്ത് പിടിച്ചു കേട്ടോ. അപ്പോൾ വണ്ടി കുറച്ച് ദൂരെ ചെന്നാണ് നിന്നത്. ശേഷം കുറച്ച് ഭാഗം നിങ്ങൾ കേട്ട് നോക്കൂ. ഗൈസ്, അപ്പോൾ പോലീസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വിട്ടു കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പേപ്പേഴ്സ് എല്ലാം ഫുള്ളായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഡോക്ടറെ ഇടയ്ക്ക് നമ്മൾ പോയി കാണുന്ന പോലെ പോലീസിനിടയ്ക്ക് വണ്ടി കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം സപ്പോസ് എന്തെങ്കിലും അൾട്രേഷൻ എന്തെങ്കിലും അവർ പെറ്റിയടിച്ച് തരുമോ എന്നുണ്ടായിരുന്നു. പക്ഷേ വിഷയമൊന്നും ഉണ്ടായില്ല. ചെക്കിങ് കഴിഞ്ഞ് ബാഗൊക്കെ പരിശോധിച്ചു. പിന്നെ ഞാൻ നമ്മുടെ കാര്യം പറഞ്ഞു. പിന്നെ അവർ വിട്ടു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വന്ന് ലോക്കാവുന്നുണ്ട്. ഇപ്പോൾ നേരിമല ഭാഗത്ത് നല്ല രീതിയിൽ ചെക്കിങ് നടക്കുന്നുണ്ട്. ഹെൽമെറ്റൊന്നും ഇല്ലാതെ ആരും പോകരുത്. ഹെൽമെറ്റ് ചെക്കിങ്ങിൽ മാത്രമുള്ളതല്ല, സേഫ്റ്റിക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഹെൽമെറ്റ് മസ്റ്റായിട്ട് വെക്കുക. അതുപോലെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് റൈഡ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് വിട്ടു കേട്ടോ. പക്ഷേ അപ്പം തന്നെ വേറൊരു FC-കാരൻ അവിടെ വന്ന് പെട്ടിട്ടുണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ. അപ്പോൾ അവൻ ഏതായാലും 10,500 രൂപ പൊട്ടുന്ന ലക്ഷണം കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീൽ ചെയ്തത് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.